ഹലോ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂവിനെ കുറിച്ച് പറയാൻ വന്നതാണ് കേട്ടോ. പ്രൊഡക്റ്റ് എന്താണെന്ന് പറയുക, നമ്മുടെ ബോറോളിൻ ആയുർവേദിക് ക്രീമിനെ കുറിച്ച് പറയാൻ വന്നതാണ്. ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് വളരെയധികം യൂസ്ഫുള്ളായി. അപ്പോൾ ഞാൻ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കവറിൻ്റെ ബാക്കിൽ ഏതിൻ്റെ നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന ഡ്രൈനെസ് ഒക്കെ മാറും. പിന്നെ മുറിവേൽക്കുക, പൊള്ളലേൽക്കുക അവിടെയൊക്കെ തേക്കാൻ പറ്റും. കൈമുട്ട്, കാൽമുട്ട്, കൈമേലത്തെ മൊരിച്ചൽ അതൊക്കെ മാറിക്കിട്ടും. പിന്നെ നമ്മുടെ കാൽപാദത്തുമ്മിലുണ്ടാകുന്ന വിള്ളൽ അതുമൂലമൊക്കെ തേക്കാൻ പറ്റുന്ന ഇതിൽ എഴുതിയുണ്ട്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 20 ഗ്രാമിന് 45 രൂപയുള്ളൂ കേട്ടോ. കവർ കാണുമ്പോൾ പുതിയതുപോലെ തോന്നും, പക്ഷെ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 1 മാസമായി കണ്ടോ. ഇതിലത്തെ ക്രീമൊക്കെ കഴിഞ്ഞു തുടങ്ങി. എനിക്കെന്ന് വെച്ചാൽ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയത്. അത് കാരണമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അധികം വില ഒന്നുമില്ല, വെറും 45 രൂപയല്ലേ ഉള്ളൂ. ഇതിൻ്റെ ക്രീം വന്നിട്ട് വൈറ്റ് കളറാണ്, നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസൊക്കെ നല്ല ഡ്രൈ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്താൽ നല്ലൊരു സ്മൂത്ത് കിട്ടുന്നതായിരിക്കും. ഞാനപ്പോൾ ഇവിടെ എൻ്റെ കൈമലും കാലുമലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാരണം എൻ്റെ ഫേസിൽ അങ്ങനെ മൊരിച്ചിലൊന്നും വരാറില്ല. പക്ഷേ കൈമലൊക്കെ നന്നായി മൊരിച്ചിലുണ്ട്, കാറ്റുകല്ലായി. കാരണം ഇതൊരു 3 ദിവസം അടുപ്പിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മൊരിച്ചിലൊക്കെ നന്നായി മാറിക്കിട്ടും. ഈ കാറ്റുകാലത്ത് മൊരിച്ചലിനെ വെളിച്ചെണ്ണ തേക്കുമ്പോൾ കൂടാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ ഇത് തേക്കുമ്പോൾ നന്നായി മാറി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നൈറ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രാവിലെ വെളിച്ചെണ്ണ തേച്ചാലും മതി. നല്ലൊരു ചേഞ്ചസ് തന്നെയാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. നല്ലൊരു സോഫ്റ്റാണ് കൈകാലുകൾക്ക് കിട്ടുന്നത്. ഡ്രൈനെസ്സൊക്കെ നന്നായി മാറി കിട്ടും. മൊരിച്ചലൊന്നും ഒട്ടും തന്നെ വരില്ല. അപ്പോൾ ഈ കാറ്റുകാലത്ത് ഇത് യൂസ് ചെയ്താൽ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുക. അടുത്ത ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ചുണ്ടിലെ ഡ്രൈനെസ് മാറാൻ വേണ്ടി ഇത് ഉപയോഗിക്കുക. രാവിലെയോ നൈറ്റിലെ ഏത് സമയത്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നേക്കാളും മുമ്പ് ലിപ് ബാമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ചുണ്ടൊക്കെ വലിഞ്ഞ് പൊട്ടുന്നതൊക്കെ നന്നായി മാറിക്കിട്ടും. അങ്ങനെയൊക്കെ ഉള്ളവർ ഇത് 3 ദിവസം അടുപ്പിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചുണ്ടിലെ ഡ്രൈനെസ് ഒക്കെ മാറി ചുണ്ടിന് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് കിട്ടുന്നതായിരിക്കും. ഈ കാറ്റുകാലത്ത് അപ്പോൾ ലിപ് ബാമിന് പകരം ഇത് ഉപയോഗിച്ചാൽ മതി. ചുണ്ട് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയി കിട്ടുന്നതായിരിക്കും. ഇത് വന്നിട്ട് ആൻറ്റിസെപ്റ്റിക് ആയുർവേദിക് ക്രീം ആയത് കാരണം നമ്മുടെ മുറിവുകളൊക്കെ പറ്റുന്നിടത്ത് തേച്ചാൽ മുറിവൊക്കെ ഉണങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ തീപ്പൊള്ളലൊക്കെ ഏറ്റ സ്ഥലത്ത് തേച്ചാൽ അതൊക്കെ മാറി കിട്ടുന്നതായിരിക്കും. മുഖക്കുരു മാറുമോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ മുഖക്കുരുള്ള വശത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തില്ല. പക്ഷേ ചുണ്ടിലെ ഡ്രൈനെസ് മാറാനും കൈകാലുകളിലെ മൊരിച്ചിലൊക്കെ മാറാൻ സൂപ്പറാണ് കേട്ടോ. ഇതെനിക്ക് നല്ലൊരു ചേഞ്ചസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാലുമലത്ത് ഉപ്പുറ്റീര് അവിടെയൊക്കെ വിണ്ട് കീറാറില്ലേ, അവിടെ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിണ്ട് കീറലൊക്കെ നന്നായി മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് നൈറ്റിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ കാലുമലൊക്കെ. കാരണം നമ്മൾ എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ പോണ നേരത്ത് ഇത് അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങിയാൽ മതി. നല്ലൊരു ചേഞ്ചസ് തന്നെയാണ്. ഉപ്പുറ്റി വിണ്ട് കീറുന്നതൊക്കെ മാറിക്കിട്ടും. നമ്മൾ കാൽപാദത്തുമ്മ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അഴുക്കൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഉപ്പുറ്റി വിണ്ട് കീറുന്നതൊക്കെ നന്നായി മാറിക്കിട്ടും. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതെന്ന് കണ്ടല്ലോ. നമ്മുടെ സാധാരണക്കാരുടെ കയ്യിലൊക്കെ ഇങ്ങനത്തെ ഒരു ആയുർവേദിക് ക്രീം ഉണ്ടാവണം, നല്ലതാണ് കേട്ടോ. അധികം വിലയൊന്നുമില്ലല്ലോ, വെറും 45 രൂപയല്ലേ ഉള്ളൂ. 1 മാസം നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാനിവിടെ ഈ ആയുർവേദിക് ക്രീം ഞാനും ഹസ്ബൻഡ് ഉപയോഗിക്കുന്നുണ്ട്. ഹസ്ബൻഡിന് ഇതൊക്കെ തേക്കാൻ മടിയാണ്. അപ്പം ഞാനാണ് കൈമലും കാലുമലൊക്കെ രാത്രി അപ്ലൈ ചെയ്ത് കൊടുക്കാറ്. നല്ലൊരു ചേഞ്ചസ് തന്നെയാണ് കേട്ടോ കിട്ടിയത്. എനിക്ക് റിസൾട്ട് കിട്ടിയ കാരണം മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. മൊരിച്ചലൊക്കെ മാറാൻ സൂപ്പറാണ്. ചുണ്ടിലെ മൊരിച്ചലും കൈകാലുകളത്തെ മൊരിച്ചലൊക്കെ മാറാൻ സൂപ്പറാണ് കേട്ടോ. നമ്മൾ വീട്ടമ്മമാരുടെ കയ്യിലൊക്കെ ഇങ്ങനത്തെ ഒരു ആൻറ്റിസെപ്റ്റിക് ക്രീം ഉണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ. പൊള്ളലൊക്കെ ഏൽക്കുമ്പോൾ ഉടനടി തേച്ച് കൊടുത്താൽ നല്ലൊരു ചേഞ്ചസ് കിട്ടും. അതും തന്നെയല്ല, നമ്മൾ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്യുമ്പോഴും കൈ മുറിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്രീം ഉണ്ടെങ്കിൽ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിറം വയ്ക്കുമെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ മൊരിച്ചൽ മാറാനാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്കിന്ന് വന്നിട്ട് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഡ്രൈനെസ് ഒക്കെ നന്നായി മാറി കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും പോകണം കേട്ടോ. ഓക്കേ.